സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സമയമായോ? അതായത് മാർക്കറ്റ് ബെയറിഷ് മോഡൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് ബോട്ടമായി എന്ന് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു റിക്കവറി മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ബെയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ബെയറിഷ് മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് പണി കിട്ടിയവരും ബുള്ളിഷ് മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരും ഒക്കെ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ബെയറിഷ് മാർക്കറ്റിൽ ലോസ് വന്നവര് ഈ ലോസ് തിരിച്ചു പിടിക്കാനും ബുള്ളിഷ് മാർക്കറ്റിൽ പ്രോഫിറ്റ് കിട്ടിയവർ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സ്വിംഗ് ട്രേഡിംഗ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ച് കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ലൊരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഓരോരോ പണികൾ ഓരോ ദിവസം അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നതാണ് റീസെൻ്റ്ലി വന്നിരുന്ന ടാരിഫ് ഇഷ്യൂ. അതായത് April 2 ഇന്ത്യക്ക് 26% താരിഫാണ് നമ്മുടെ അമേരിക്ക വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ കമ്പനികളിൽ ചില സെക്ടേഴ്സിനെ ബാധിക്കും, ചില സെക്ടേഴ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നിഫ്റ്റി ഓൾമോസ്റ്റ് റിക്കവറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ സ്റ്റോക്കും വാങ്ങിച്ചു കൂട്ടാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ആരും ഇരിക്കരുത്. പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്ത് എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം, സ്റ്റോക്കുകളല്ല നല്ല സെക്ടേഴ്സിൽ നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിച്ച് നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡ് നോക്കി എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. അമേരിക്ക ഇന്ത്യക്ക് 26% താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും ഒരു സെക്ടറിനെ മാത്രം വെറുതെ വിട്ടിട്ടുണ്ട്. ഏത് സെക്ടറാണെന്നറിയാമോ? ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ്. അതായത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന് താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് അവർ താരിഫ് കൊടുക്കേണ്ട, അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. ആ ഒരു ബുള്ളിഷ് റാലി നമുക്ക് നിഫ്റ്റി ഫാർമയിൽ ഇത് കാണുകയും ചെയ്യാം. ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് April 3 നിഫ്റ്റി ഫാർമ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു മേജർ ലെവലിൽ നിന്ന് ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. എന്നിരുന്നാലും സ്വിംഗ് ട്രേഡേഴ്സിന് ഫാർമ സെക്ടർ ചൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഫാർമയിൽ തന്നെ ലാർജ് ക്യാപ് ഫണ്ടുകളായ റെഡ്ഡീസ്, സിപ്ല, സൺ ഫാർമ ഇങ്ങനെയുള്ള എല്ലാ ലാർജ് ക്യാപ് ഫണ്ടുകളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. പിന്നെ IT സെക്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു താരിഫിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഈ ട്രംപ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഓൾറെഡി നല്ല രീതിയിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡ് ആണ്. അത് തന്നെ നമ്മുടെ ഒരു IT നമ്മുടെ സർവീസാണ് നമ്മൾ മേജറായിട്ട് ഇന്ത്യ കൊടുക്കുന്നത്, ഇന്ത്യ കമ്പനികൾ കൊടുക്കുന്നത്. പക്ഷേ IT സെക്ടറിനെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി IT ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ IT സെക്ടർ തൽക്കാലം സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഡെയിലി ഇട്ട് നോക്കുമ്പോൾ ഒരു മേജർ ആയിട്ടുള്ളൊരു ലോ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റെഡ് ക്യാൻഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ IT സെക്ടർ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ. പക്ഷേ സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ തിരിച്ച് കയറി വരും. ഇത് എക്കാലത്തേക്കുമുള്ള ഒരു നെഗറ്റിവിറ്റി അല്ല. പക്ഷെ ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ IT ആയതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും IT സെക്ടർ ഇപ്പോൾ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ലീഡേഴ്സായി നിൽക്കുന്ന സെക്ടേഴ്സ്, അതായത് മേജറായിട്ട് ഫിനാൻസ് സെക്ടർ ഈ ഒരു ബെയറിഷ് മാർക്കറ്റിൽ പോലും പിടിച്ചു നിന്ന സെക്ടറാണ് ഫിനാൻസ് സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ ആൻഡ് മെറ്റൽ, കെമിക്കൽസ്, അഗ്രികൾച്ചർ, ഹോട്ടൽസ് ഇതെല്ലാം മികച്ചു നിൽക്കുന്ന സെക്ടേഴ്സാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. ഇനി അടുത്ത റാലി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ഇങ്ങനെയുള്ള സെക്ടേഴ്സ് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള സെക്ടേഴ്സ് നിങ്ങൾ നോക്കി വയ്ക്കുക. അതിലുള്ള മേജറായിട്ടുള്ള കമ്പനീസിനെ സോർട്ട് ചെയ്ത് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഷോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ സെക്ടർ വൈസ് പറയുമ്പോൾ ഈ സെക്ടറിൽ വലിയ കമ്പനികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്താണ്, നമുക്ക് സ്ക്രീനർ യൂസ് ചെയ്യാം. ഒരു ന്യൂ ടാബ് എടുക്കുക, സ്ക്രീനറിന് അടിച്ചു കൊടുക്കുക, ഇതിൽ സ്ക്രീൻസ് കൊടുക്കുക. അതിൽ ഇവിടെ എല്ലാ സെക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമെൻറ്റ് സെക്ടർ അല്ലെങ്കിൽ ഇതിപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്ന സെക്ടറാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഫിനാൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിലെ ഏറ്റവും മേജറായിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് അതിൽ ഫസ്റ്റ് നിൽക്കുന്നത് ബജാജ് ഫിനാൻസ് ആണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, PE റേഷ്യം, ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസും പ്രോസും ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇവിടെ പ്രോസ് ബജാജ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി ഹസ് ഡെലിവേർഡ് ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓഫ് 29.4% CAGR ഓവർ ലാസ്റ്റ് 5 years ആണെന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് സ്ക്രീനിൽ നോക്കുന്നത് എന്നുള്ളത്. മെറ്റൽസ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് സെക്ടർ എടുത്താലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പനീസും നമുക്ക് ഈ സ്ക്രീനറിൽ കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെക്ടേഴ്സ് ഇപ്പോൾ കൂടുതലായിട്ട് ഇനി പറയുകയാണെങ്കിൽ സിമെൻറ്റ് സെക്ടർ, ബാങ്ക് സെക്ടർ ഇതെല്ലാം ഇപ്പം മികച്ചിരിക്കുന്ന സെക്ടേഴ്സാണ്. അപ്പോൾ സ്റ്റോക്കുകൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതെങ്ങനെ ബൈ ചെയ്യണം, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്
നമ്മൾ സ്വിംഗ് ട്രേഡിൽ എൻ്റർ ചെയ്യുക. നമുക്ക് ഒരുപാട് മെത്തേഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ തന്നെ ഒരുപാട് മെത്തേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഈ ഒരു ബെയറിഷ് ട്രെൻഡിൽ നിന്ന് ബുള്ളിഷിലേക്ക് വരാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം അത് തന്നെ ഫോളോ ചെയ്ത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേജറായിട്ട് ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എടുക്കുക എന്നുള്ളതാണ്. എന്താണ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്? അതായത് മേജറായിട്ട് ഒരുപാട് നാൾ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ട്രേഡ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടാമത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡ്സ് ആണ്. അതായത് ബ്രേക്ക് ഔട്ട് അല്ലാതെ ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ ഒരു മേജർ സപ്പോർട്ടിലാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും നല്ല ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ കുറച്ചും കൂടി അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ EMA മാത്രം നോക്കിയിട്ടല്ല, പ്രോപ്പർ റിസ്ക് റിവാർഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ചാർട്ടിലിട്ട് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സെക്ടർ വൈസ് നോക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫിനാൻസ് സെക്ടറും കെമിക്കൽ സെക്ടറും അതുപോലെ തന്നെ ബാങ്ക് സെക്ടർ, സിമെൻറ്റ് സെക്ടർ, അങ്ങനെയുള്ള സെക്ടേഴ്സാണ് ഇപ്പോൾ മികച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മളെപ്പോഴും നോക്കുന്ന ബജാജ് ഫിനാൻസ് നമ്മുടെ എപ്പോഴും ഇതിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാനൊരു 50-day മൂവിങ് ആവറേജ് ഇടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുക. ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മുടെ മൂവിങ് ആവറേജ് എക്സ്പോണൻസിൽ നമ്മുടെ ഫേവറേറ്റ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ആൻഡ് ഇവിടെ സെറ്റിങ്സിൽ എന്ത് ചെയ്യണം? സെറ്റിങ്സിൽ നിങ്ങൾ ലെങ്ത്ത് 50 ആക്കിയിട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ 50-day മൂവിങ് ആവറേജ് ഈ ഒരു ബ്ലൂ ലൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾറെഡി ബജാജ് ഫിനാൻസ് 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോൾ കറൻ്റ്ലി ഇത് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ EMAയിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് ബജാജ് ഫിനാൻസ് നോക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ മിക്ക സ്റ്റോക്കുകൾ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ HDFC ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു റിക്കവറി. ഇവിടെ നോക്കിക്കേ, ഇവിടെ EMAയ്ക്ക് മുകളിൽ നല്ലൊരു നമ്മുടെ റിവേഴ്സൽ ക്യാൻഡലായ സ്പിന്നിങ് ടോപ്പോട് കൂടിയാണ് HDFC ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഹൈക്ക് മാർക്കറ്റ് ഓൾറെഡി തന്നു കഴിഞ്ഞു. വീണ്ടും ഇത് റീട്രേസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ L&Tയിൽ നോക്കിയാലും മാർക്കറ്റ് ഏകദേശം ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലാണ്. നമുക്ക് ഓൾറെഡി റീടാരിഫിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം എല്ലാ സ്റ്റോക്കിലും ആ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം EMAയ്ക്ക് താഴെ പോയിട്ടില്ല. L&T കറക്റ്റ് EMAയിലാണ്. ഇവിടെ നോക്കിയാലും EMAയുടെ അവിടെ നല്ലൊരു റിക്കവറി ക്യാൻഡലോട് കൂടിയാണ് L&T വന്നത്. മാർച്ച് 25-ന് EMAയ്ക്ക് മുകളിൽ പോയിട്ട് ഏകദേശം 3300 സംതിങ്ങിൽ നിന്നത് ഏകദേശം 3500 രൂപ വരെ പോയിട്ടുണ്ട്. ചെറിയൊരു ഷോർട്ട് ടൈം ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു. പിന്നെ ഓട്ടോ സെക്ടർ ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾ നോക്കേണ്ട, കാരണം ഓൾറെഡി ഓട്ടോ സെക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ ചെറുതായിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. പക്ഷേ പ്രത്യേകിച്ച് അതിൻ്റെ എഫക്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ എന്തിരുന്നാലും നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കേണ്ട. ഓട്ടോ സെക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. അതുപോലെ FMCG അവരുടെ റിസൾട്ടുകളൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ FMCG ഒഴിവാക്കുക. കൂടുതലായിട്ട് ബാങ്കിങ് സെക്ടേഴ്സിൽ നമുക്ക് നല്ലൊരു ഹൈക്ക് കാണാം. ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ EMAയുടെ മുകളിൽ നല്ലൊരു ഹൈക്ക് വന്ന് ജസ്റ്റ് റീട്രേസ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് EMA നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ബുള്ളിഷ് റാലി സ്റ്റാർട്ട് ചെയ്തു എന്ന് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഡിക്കേറ്റർ തന്നെയാണ് EMA. അപ്പോൾ എല്ലാ സ്റ്റോക്കിലും EMA ഇട്ട് നോക്കുക. ഈ ഒരു സെക്ടേഴ്സ് എടുക്കുക. ഈ ഒരു സെക്ടറിൽ മികച്ച് നിൽക്കുന്ന സ്റ്റോക്കുകൾ സോർട്ട് ചെയ്യുക. EMAയുടെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഒരു ബുള്ളിഷ് റാലിക്കുള്ള ഒരു സാധ്യത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ട്രേഡ് എടുക്കുന്നത് കൊള്ളാം. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈൻഡിൽ വെക്കുക. എന്താണത്? അതെ, റിസ്ക് റിവാർഡ്. അതായത് ഇപ്പോൾ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് സ്റ്റോക്കിൽ EMA നിങ്ങൾക്ക് കാണിച്ചു തന്നു. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക? നിങ്ങൾ 1000 രൂപ റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2000 രൂപ നിങ്ങളുടെ ടാർജറ്റ്, അതായത് അതിൻ്റെ ഇരട്ടി 1:2 റിസ്ക് റിവാർഡിൽ തന്നെ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 10 സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് 5 സ്റ്റോക്ക് ലോസ് അടിച്ചാൽ പോലും നിങ്ങൾക്ക് ബാക്കിയുള്ളത് പ്രോഫിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിൽ തന്നെയാവും. അങ്ങനെ വേണം സ്വിംഗ് ട്രേഡിനെ ഈ ഒരു സമയത്ത് സമീപിക്കാനായിട്ട്. അല്ലാതെ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബുള്ളിഷ് റാലി ഏതിലിട്ടാലും പ്രോഫിറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഇത് ഈ ഒരു വോളറ്റൈൽ മാർക്കറ്റിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഈ ഒരു ഇതിൽ തന്നെ, അതായത് 1000 റുപ്പീസിന് 2000 റുപ്പീസ് പ്രോഫിറ്റ് എന്ന രീതിയിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് വൺസ് 100 റുപ്പീസ് നിങ്ങൾ വാങ്ങിച്ചു, 10% നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 90 ആണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 100-ന് മുകളിൽ മാർക്കറ്റ് 150-ലേക്ക് പോകുമ്പോൾ ഈ 90 എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് മാറ്റി വയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ മൈൻഡിൽ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സെല്ല് ചെയ്യാനുള്ള പവർ ഓഫ് അറ്റോമിയൊക്കെ
നമ്മുടെ ബ്രോക്കറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ GTT ഓർഡർ ഇടുമ്പോൾ മാനുവലി തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മൈൻഡിൽ അല്ലെങ്കിൽ ചാർട്ടിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും എന്തുണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. കാരണം 100 രൂപയ്ക്ക് വാങ്ങിച്ചു, 90 രൂപയിൽ ആണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. മാർക്കറ്റ് 150 എത്തി, അപ്പോൾ നിങ്ങളുടെ ലോസ്, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒരു 140ലേക്ക് നിങ്ങൾ കയറ്റി വയ്ക്കുകയാണെങ്കിൽ ഈവൻ 140 ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവുക എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക, റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ പറയുന്ന സെക്ടേഴ്സിലുള്ള നല്ല സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യുക. EMIയുടെ മുകളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് തരിക. IT സെക്ടേഴ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഫാർമ സെക്ടേഴ്സിൽ നല്ലൊരു ഹൈക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സെക്ടേഴ്സും. അങ്ങനെ നിങ്ങളുടെ സ്വിംഗ് ട്രേഡിംഗ് പതിയെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ പൈസയും കൂടി ഒരുമിച്ച് ഡംപ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്ത് സ്വിംഗ് ട്രേഡ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റ് ആവട്ടെ. നമ്മുടെ 26,000ലേക്കുള്ള റാലി പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ന്യൂസസ് വരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വന്നാൽ പോലും എക്സിറ്റ് ചെയ്യാതിരിക്കരുത്. എക്സിറ്റ് ചെയ്ത് അടുത്ത നല്ല ട്രേഡ്സിലേക്ക് മാറാനുള്ള ക്വിക്ക് ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.